വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാൾ. അഗസ്റ്റിൻ നാമധാരികളായ ഏവർക്കും തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും അനുസ്മരിക്കുക എന്നത് ആ വലിയ വിശുദ്ധൻ്റെ വാക്കുകളിൽ നിങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കുന്നതിന് തുല്യമാണ്. ഹൃദയത്തിലാണ് നമ്മൾ അനുസ്മരിക്കുന്നവരെ മറക്കാതെ സൂക്ഷിക്കുന്നത്. അവിടെ സമയത്തിൻ്റെ പൂർവാപരത്വം ഇല്ല. നിത്യത മിന്നൽ പിണർ പോലെ ഉള്ളിൽ പ്രകാശം പരത്തുന്നു. എല്ലാം ഇന്ന് ആയി നമ്മൾ അനുഭവിക്കുന്നത് ഹൃദയത്തിലാണ്. അവിടെ നമ്മൾ പരസ്പരം സാന്നിധ്യമാണ്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ചിന്തകൾ ധ്യാന വിഷയമാക്കുമ്പോൾ മനുഷ്യൻ എന്ന പ്രതിഭാസത്തിന് അദ്ദേഹം നൽകിയ നിർവചനമാണ് എന്നെ ആഴത്തിൽ സ്പർശിക്കുന്നത്. എന്നെ മാത്രമല്ല, അതേക്കുറിച്ച് ധ്യാനിക്കുന്ന ഏവരെയും. ദൈവമേ, നിന്നിലേക്കായി നീ ഞങ്ങളെ സൃഷ്ടിച്ചു. നിന്നിൽ എത്തിച്ചേർന്ന് നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാണ് എന്ന് അഗസ്തീനോസ് പറയുന്നു. ഹൃദയം മനുഷ്യ വ്യക്തിത്വത്തിന് പകരം നിൽക്കുന്നതാണ്. ഹൃദയത്തിൻ്റെ അസ്വസ്ഥത എന്നത് സൃഷ്ടി എന്ന നിലയിൽ അവൻ്റെ സ്വഭാവ സവിശേഷതയാണ്. ആരംഭം മുതൽ അവസാനം വരെയുള്ള ചലനാത്മകതയാണ് അവൻ്റെ അസ്വസ്ഥതയെ അതാക്കി തീർക്കുന്നത്. ഈ ചലനാത്മകതയ്ക്ക് അപ്രതിരോധ്യമായ ഒരു ലക്ഷ്യവും പ്രേരണയുമുണ്ട്. അത് സൃഷ്ടാവായ ദൈവം തന്നെയാണ്. അങ്ങിലേക്കുള്ള പ്രയാണമോ ഒഴുക്കോ ആണ് മനുഷ്യജീവിതം. അസ്വസ്ഥമായ ഹൃദയമെന്നത് മനുഷ്യൻ്റെ നിർവചനമായി അദ്ദേഹം ചുരുക്കി എഴുതി. അസ്വസ്ഥതയെ അനുഭവിക്കുന്നവർ മാത്രമേ ജീവിതത്തെ അതിൻ്റെ തനിമയിലും പൂർണ്ണമായ അർത്ഥത്തിലും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുള്ളൂ. ദൈവം എവിടെയെന്ന അന്വേഷണം ആരംഭിക്കുന്നതും ഇവിടെയാണ്. ദൈവം അകലെ എവിടെയോ അല്ല, അകലങ്ങളിലുമല്ല. ദൈവം നിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആ വലിയ വിശുദ്ധൻ പറഞ്ഞു തരുന്നു. ദൈവമേ, ആന്തരികതയുടെ ആഴങ്ങൾക്കും അപ്പുറത്ത് എൻ്റെ ആന്തരികതയുടെ അടിസ്ഥാനമായിട്ടാണ് നീ എന്നിൽ വസിക്കുന്നത്. എന്നിലെ ആഴങ്ങളുടെയും ഔന്നത്യത്തിൻ്റെയും അടിസ്ഥാനമായി എപ്പോഴും നീ എന്നിലുണ്ട്. എന്നെ തന്നെ ഞാൻ അനുസ്മരിക്കണമെങ്കിൽ ആദ്യമായി ഞാൻ നിന്നെ അനുസ്മരിക്കണം. നിന്നോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് എന്നെ തന്നെ അനുസ്മരിക്കുവാൻ സാധിക്കുന്നത്. നിന്നിലാണ് ഞാനാകുന്നത്. നിന്നിലാണ് എനിക്ക് വ്യക്തിത്വം ലഭിക്കുന്നത്. എൻ്റെ ആന്തരികതയുടെ ആഴവും ഔന്നത്യവുമാണ് ദൈവം എന്നുള്ള അഗസ്റ്റിൻ്റെ ദൈവദർശനം ഈ വിധമേ വിശദീകരിക്കാനാവൂ. മനുഷ്യനെ ആഴത്തിൽ സ്പർശിക്കുന്ന അനുഭവം സമയത്തിൻ്റേതാണ്. സമയം തന്നെയാണ് നമ്മുടെ ജീവിതം. സമയത്തിന് ഭാവിയും ഭൂതവുമുണ്ട്. അവയെ വേർതിരിച്ച് ഇന്നിൻ്റെ അനുഭവം മാത്രമായി ഈ നിമിഷത്തെ അതിൻ്റെ അവിഭാജ്യതയിൽ അനുഭവിക്കണമെങ്കിൽ അത് നിത്യതയുടെ അനുഭവമായി തീരും. ഇറ്റേണിറ്റിയുടെ അനുഭവം. അത് അനുഭവിക്കുവാനുള്ള പ്രയാണത്തിലും പ്രവാഹത്തിലുമാണ് നമ്മൾ. കടന്നു പോകുന്നവയാണ് നിന്നെ നീ അല്ലാതെ ആക്കി തീർക്കുന്നത്. അവയെ നിന്നിൽ നിന്നും വേർതിരിച്ചെടുക്കുമ്പോൾ നിൻ്റെ തനിമയെ നീ കണ്ടെത്തും. അതാണ് നിൻ്റെ നിത്യത. വ്യാപ്തിയുള്ളതെല്ലാം കടന്നു പോകുന്നവയാണ്. സമയവും വ്യാപ്തിയുമാണ് കടന്നുപോകലിൻ്റെ അടിസ്ഥാനം. അതിനുമപ്പുറത്താണ് ആത്മീയമായത് നിലനിൽക്കുന്നതും. ജീവിതമെന്ന തീർത്ഥാടനം ലക്ഷ്യം വയ്ക്കുന്നത് അവിടെ എത്തുവാനാണ്. അപ്പോഴാണ് നീ നിന്നെ തന്നെ കണ്ടെത്തുന്നത്. അവിടെ നിന്നാണ് ആഴങ്ങളുടെ ആഴമായും നിൻ്റെ ഔന്നത്യത്തിൻ്റെ മകുടമായും ദൈവത്തെ നീ കണ്ടെത്തുന്നത്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ചിന്തകളുടെയും ഉൾക്കാഴ്ചകളുടെയും പാതയിലൂടെ സഞ്ചരിച്ചാൽ ഇതുവരെ വിവരിച്ച ഉൾക്കാഴ്ചകൾ നമ്മുടെ അസ്തിത്വാത്മക ദർശനത്തിൻ്റെ ഭാഗമായി തീരും. ഏവർക്കും വിശുദ്ധ അഗസ്തീനോസ് ആത്മീയ അന്വേഷണത്തിൻ്റെ സഹചാരിയും ഗുരുവുമായിരിക്കട്ടെ. തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.